ഞാനിപ്പോൾ നിൽക്കുന്നത് മാഞ്ചസ്റ്ററിലെ കത്തീഡ്രലിൻ്റെ മുന്നിലാണ്. പിക്കാഡിലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കത്തീഡ്രൽ അതിമനോഹരമായ ഒരു പുരാതന ചർച്ചാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാം. കൂടാതെ ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയകൾ, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അതിമനോഹരമായ ആഡംബര ചുംബികളായ കെട്ടിടങ്ങളും നിലകൊള്ളുന്നു. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. നല്ല വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. താഴെ ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ കാഴ്ച കാണാം. നല്ല വൃത്തിയോടെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ പ്ലാസ്റ്റിക്കോ പേപ്പറോ കുപ്പികളോ ഒന്നും ഒഴുകി നടക്കുന്നില്ല. അതിൽ കുറേ ഡെക്ക് നമുക്ക് കാണാൻ പറ്റും. ഡെക്കുണ്ട് അതിനകത്ത്. അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് പിക്കാഡിലി. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നവരുടെ നാട് തന്നെയാണ് വേണേൽ പറയാം UK. കാരണം സാമ്പത്തികമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പഠിക്കാൻ വരുന്നവരിൽ പലരും തങ്ങളുടെ പാർട്ട് ടൈം ജോലികൾ കണ്ടെത്തുവാൻ ഇവിടെയുള്ള ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പള്ളിയുടെ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇതിൻ്റെ പ്രധാന വാതിൽ. പ്രധാന വാതിൽ നമ്മൾ നോക്കുമ്പോൾ അൾത്താരയുടെ ചില ഭാഗങ്ങൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മാഞ്ചസ്റ്ററിലെ പിക്കാഡിലാണ്. പിക്കാഡിലെ പ്രഭാതത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. പല രീതിയിലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരും മെട്രോയും റാമ്പും
ഒക്കെ സംഗമിക്കുന്ന, ബസ് സ്റ്റോപ്പും ഒക്കെ സംഗമിക്കുന്ന ഒരു നഗരമാണ് മാഞ്ചസ്റ്റർ പിക്കാഡിലി. മാഞ്ചസ്റ്ററിലെ തന്നെ മെയിൻ സ്ഥലങ്ങളിലൊന്നാണിത്. നായ്ക്കളെയും കൊണ്ട് വരുന്നവരെയും കാണാം, വീൽ ചെയറിൽ വരുന്നവരെയും കാണാം, അംഗവൈകല്യമുള്ളവരെയും കാണാം, പല രാജ്യങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള ആൾക്കാരെ. കടകളൊക്കെ ചിലത് ഓപ്പൺ ആയിട്ടുണ്ട്, ചിലത് ഓപ്പൺ ആയിട്ടില്ല. ട്രാമ്പിൽ യാത്ര ചെയ്യുന്നവരാണ് അധികവും. ട്രാമ്പിൻ്റെ സ്റ്റോപ്പാണ് മുന്നിലുള്ളത്. താഴെ ട്രാമ്പിൻ്റെ ട്രാക്കാണ്. ഇതുവഴി കാറും പോകാറുണ്ട്. ട്രാമ്പ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഒരു ചെണ്ട പോലെയാണ് ഇവിടുത്തെ ഇടനാഴി പണിതിരിക്കുന്നത്. ട്രാമ്പ് പോകുന്നതാണ്.